തൃക്കാക്കരയിൽ സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറല്ല എന്ന് CPI. നേതൃത്വം ഇടപെട്ടിട്ടും സീറ്റ് തർക്കത്തിൽ പ്രശ്നപരിഹാരമായിട്ടില്ല. രണ്ടിടത്തും CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഒരു ചർച്ചകളൊക്കെ നടന്നിരുന്നു, പക്ഷെ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലേ? ഇപ്പോഴും തൃക്കാക്കരയിലെ ഈ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം CPM CPI തർക്കം തുടരുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിൽ CPM ആണ്. പിന്നീട് CPI 6 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. എന്നാൽ CPI മത്സരിക്കുന്ന 6 സീറ്റുകളും തങ്ങൾക്ക് തന്നെ വേണം എന്ന ഒരു നിലപാടാണ് CPIക്കുള്ളത്. എന്നാൽ നിലവിൽ CPM പറയുന്നത് CPI മത്സരിക്കുന്ന സഹകരണ റോഡ്, അതോടൊപ്പം തന്നെ ഈ രണ്ടിടങ്ങളിലും പകരം മറ്റൊരു സ്ഥലം തരാം എന്നതാണ്. അതായത് നിലവിൽ CPI മത്സരിക്കുന്ന 2 സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നും മറ്റ് 2 സ്ഥലം തരാമെന്നതാണ്. എന്നാൽ തങ്ങൾക്കത് സ്വീകാര്യമല്ല. നിലവിൽ ആ ഇടങ്ങളിൽ തങ്ങൾ ജയിച്ചിട്ടുള്ളതാണ്, പലകുറി ജയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വോട്ട് വർധനവും അവിടെ ഉണ്ട് എന്ന കാര്യം തന്നെയാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറിമാർ ചർച്ച നടത്തി, എന്നാൽ അതിൽ പരിഹാരമായില്ല. തുടർന്ന് സംസ്ഥാന നേതൃത്വം ഇടപെട്ടു, അതിലും പരിഹാരമായിട്ടില്ല. ഇന്നിപ്പോൾ CPIയുടെ മണ്ഡലം കമ്മിറ്റി ചേരുന്നുണ്ട്. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും. എന്തായാലും നിലവിൽ ഒരു പരിഹാരമായില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് CPI. അത് തങ്ങൾക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ മാത്രമായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മത്സരിക്കാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും CPI നടത്താൻ ഉദ്ദേശിക്കുന്നത്.